ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി പെപ്പർ ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡ്രൈ ആയിട്ടല്ല, കുറച്ച് ഗ്രേവിയോടെ തന്നെ ഒരു കറി, പെപ്പർ ചിക്കൻ കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ കുരുമുളകുണ്ട്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ വലിയ ജീരകം, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 10-15 ചുള വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ വലിയൊരു പച്ചമുളകാണ്. നിങ്ങൾ 2 എണ്ണം, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക, ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 1 എടുത്താൽ മതി. കൂടുതൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിന് കിട്ടേണ്ടത്. നമ്മൾ ഇതിൽ മുളക് പൊടി തീരെ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 സവാള, മീഡിയം സൈസായിട്ടുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കളറ് മാറി വരണം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെ സവാളയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച്, ഒരു പിഞ്ച് എന്നൊക്കെ പറയാം, അത്രമാത്രം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അധികം വേറെ മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, മുളക് പൊടി ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ടല്ലോ ആദ്യം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ചേർത്തിട്ടുണ്ട്, ഇനി അവസാനം നമ്മൾ ഒന്നുകൂടി ചേർക്കും. അപ്പം ഇപ്പം തൽക്കാലത്തേക്ക് പൊടിച്ചിട്ടുള്ള, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാട്ടോ ചേർത്തത്. അപ്പോൾ മസാലേൻ്റെ ഒക്കെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് 2 സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് സവാള വഴണ്ട് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തീ കുറച്ച് വെച്ച് നമുക്ക് മൂടി വെച്ച്, വെള്ളം ചേർക്കുന്നില്ല, ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരട്ടെ. അപ്പം മൂടി വെച്ച് ഒന്ന് വേവും. അപ്പം നമ്മളെ ചിക്കൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ
വെള്ളമൊക്കെ ചിക്കൻ തന്നെ ഇറങ്ങി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. പിന്നെ നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി. നല്ല റോസ്റ്റ് പോലെ, പെപ്പർ റോസ്റ്റൊക്കെ ആവും. പക്ഷെ ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. ഈ ഒരു ഗ്രേവിയിൽ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാട്ടോ എടുക്കുന്നത്. അധികം വെള്ളവും ഇല്ല, എന്നാൽ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പം നമ്മളെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ അവസാനമായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മല്ലിയില, അതേപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ നാടൻ രീതിയിൽ തയ്യാറാക്കുമ്പോൾ, പക്ഷെ ഞാൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പെപ്പർ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.